ഇന്ന് മിഡിൽ ഈസ്റ്റിനെയും ലോകത്തെയും പിടിച്ചുകുലുക്കിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെടുന്നതിലേക്ക് വരെ എത്തി നിൽക്കുന്നതിന് കാരണമായ ഒരു രാഷ്ട്രീയ തീരുമാനവും അതിലെ ബട്ടർഫ്ലൈ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. വർഷം 1951. 70 വർഷങ്ങൾക്കിപ്പുറം ഇറാന്റെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ജിയോ പൊളിറ്റിക്കൽ സമവാക്യങ്ങൾ പാടെ തച്ചുടക്കാൻ പര്യാപ്തമായ, ഇറാന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയ ഒരു തീരുമാനമെടുക്കാൻ ഒരുങ്ങുകയാണ് ഇറാന്റെ അന്നത്തെ ജനപ്രിയ നേതാവ് മുഹമ്മദ് മൊസാദെക്. തന്റെ ഈ തീരുമാനത്തിന് ശേഷം ഉണ്ടായേക്കാവുന്നത് 2 പോസിബിൾ റിസൾട്ടുകളാണ്. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളും US-ഉമായുള്ള കാലങ്ങൾ നീണ്ടേക്കാവുന്ന പൊളിറ്റിക്കൽ ടെൻഷൻസ്, അതല്ലെങ്കിൽ പേർഷ്യയുടെ അഥവാ ഇറാന്റെ വ്യാവസായിക പരമാധികാരം ഊട്ടിയുറപ്പിക്കൽ. ഏപ്രിൽ അവസാനത്തിലെ ആ രാത്രികളിൽ മൊസാദെക് അതിസങ്കീർണമായ സംഘർഷം അനുഭവിച്ചിരിക്കും എന്നത് തീർച്ചയാണ്. ഇനിയുള്ള സുദീർഘമായ കാലങ്ങളിലേക്ക് തന്റെ രാജ്യത്തിന്റെ എക്കണോമിക് ലിബർട്ടിക്ക് വേണ്ടി താൻ ആ തീരുമാനം എടുത്തേ മതിയാകൂ. 1951 മെയ് 1 മൊസാദെക് ചരിത്രപരമായ ആ തീരുമാനത്തിലേക്ക് പതുക്കെ നടന്നുകയറി. ദ ബട്ടർഫ്ലൈ എഫക്ട് ബിഗിൻസ് ഹിയർ. 1950-കളിൽ ലോകത്തിലെ ഏകദേശം 50% എണ്ണ ഉൽപാദനം മിഡിൽ ഈസ്റ്റിൽ നിന്നായിരുന്നു. അതിന്റെ 50%-ഓളം ഉൽപാദനം ഇറാന്റേതുമായിരുന്നു. അതായത് അന്നത്തെ ഏറ്റവും ശക്തമായ ഓയിൽ എക്കണോമിയായിരുന്നു ഇറാൻ. എന്നാൽ ഈ ഉൽപാദനം അല്ലെങ്കിൽ എണ്ണ സമ്പത്ത് മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് എണ്ണ കമ്പനികളാണ്. ഇറാൻ ഇതിന്റെ ഒരു ലാഭവിഹിതം മാത്രമാണ് ലഭിച്ചിരുന്നത്. ഇത് അനീതിയാണെന്ന് മനസ്സിലാക്കിയ മൊസാദെക് നേരത്തെ പറഞ്ഞ ചരിത്രപരമായ തീരുമാനമെടുത്തു. ഇറാൻ അന്നത്തെ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി നാഷണലൈസ് ചെയ്തു. അതായത് എണ്ണ ഖനികളുടെ അല്ലെങ്കിൽ എണ്ണ ശേഖരത്തിന്റെ പൂർണ്ണ അധികാരം ഇനി മുതൽ ഇറാൻ ഗവൺമെന്റിനായിരിക്കും. ഇനി ഇറാനിൽ സംഭവിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇറാനിലെ തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ട ബ്രിട്ടൻ ഏതു വിധേനയും കാര്യങ്ങൾ തങ്ങളുടെ നിയന്ത്രണ വിധേയമാക്കുവാൻ കരുക്കൾ നീക്കുന്നു. രണ്ടാമതായി, അമേരിക്കയാകട്ടെ ഓയിൽ നാഷണലൈസേഷന്റെ തുടർച്ചയായി മൊസാദെക് ഗവൺമെന്റിന്റെ ഭരണം തകരുമെന്നും തുടർന്ന് ഇറാനിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നു. ഇറാനിൽ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുന്നതിലല്ല, മറിച്ച് ഈ അസ്ഥിരത തൊട്ടടുത്തുള്ള തങ്ങളുടെ ആജന്മ ശത്രുവായ സോവിയറ്റ് യൂണിയൻ ഉപയോഗപ്പെടുത്തുമോ എന്നും ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂല പാർട്ടികൾ ശക്തിപ്പെടുമോ എന്നും അമേരിക്ക വല്ലാതെ ഭയന്നു. കൂടാതെ അക്കാലത്തെ കോൾഡ് വാർ ഐഡിയോളജി പ്രകാരം എണ്ണ സ്രോതസ്സുകളുടെ നിയന്ത്രണം എന്നത് വലിയ സൈനിക ശക്തിക്ക് തുല്യവുമായിരുന്നു. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ബ്രിട്ടീഷ് ചാര സംഘടനയായ MI6-ഉം അമേരിക്കൻ ഏജൻസിയായ CIA-യും മൊസാദെക് ഭരണത്തെ അട്ടിമറിക്കാൻ പ്രവർത്തനം ആരംഭിച്ചു. ഓപ്പറേഷൻ അയാക്സ്. അതിശക്തരായ MI6-ന്റെയും CIA-യുടെയും പ്രവർത്തന ഫലമായി ഓപ്പറേഷൻ അയാക്സിലൂടെ 1953-ൽ മൊസാദെക് പുറത്താക്കപ്പെട്ടു. പകരം വെസ്റ്റേൺ രാജ്യങ്ങളുടെ പ്രിയങ്കരനായ ഷാ മുഹമ്മദ് രാസ ഭരണത്തിലേറി. ഈ അട്ടിമറി ഭരണം വാഷിംഗ്ടണിൽ വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി ആഘോഷിക്കപ്പെട്ടു. എന്നാൽ അവരറിഞ്ഞില്ല അമേരിക്കൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ 2 അപമാനങ്ങളിൽ ഒന്നിനാണ് തങ്ങൾ വഴിമരുന്നിട്ടത് എന്ന്. അമേരിക്കൻ സഹായത്തോടെ നിലവിൽ വന്ന ഷാ ഭരണകൂടം പ്രത്യക്ഷമായ വികസനങ്ങളും മാറ്റങ്ങളുമാണ് ഇറാനിൽ കൊണ്ടുവന്നത്. റോഡ്, റെയിൽവേ, പോർട്ട്, ഫാക്ടറികൾ എന്നിങ്ങനെ വളരെ വേഗത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ചു. നഗരങ്ങൾ നവീകരിക്കപ്പെട്ടു. ആധുനിക ജീവിത രീതികളും സൗകര്യങ്ങളും ഐഡിയോളജികളും ഇറാനിൽ വ്യാപകമായി സ്വീകരിക്കപ്പെട്ടു. വിദ്യാഭ്യാസവും സ്ത്രീകളുടെ ക്ഷേമവും ഹെൽത്ത് സെക്ടറും വികസിച്ചു. സ്ത്രീകൾക്ക് വോട്ടവകാശവും മറ്റ് നിയമപരമായ ആനുകൂല്യങ്ങളും മെച്ചപ്പെട്ട സാമൂഹിക ജീവിതവും ലഭിച്ചു. എന്നാൽ പണം നഗരങ്ങളിലും സമ്പന്നരിലും മാത്രമായി കുമിഞ്ഞുകൂടി. രാഷ്ട്രീയമായ എതിർശബ്ദങ്ങളെ ഷാ ഭരണകൂടം അമേരിക്കൻ പിന്തുണയോടെ ശക്തമായി അടിച്ചമർത്തി. ഇസ്ലാമിക് പൗരോഹിത്യത്തിന്റെ ശക്തിയെയും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും പ്രത്യേകമായി ഭരണകൂടം തിരഞ്ഞുപിടിച്ചമർച്ച ചെയ്തു. ഇതിനെതിരെ സ്വാഭാവികമായും രാഷ്ട്രീയ ചേരിതിരിവുകൾ ഉണ്ടായി. ഭരണകൂടം കൈക്കൊണ്ടിരുന്ന മതനിരപേക്ഷതയുടെയും ആധുനിക മൂല്യങ്ങളുടെയും കടുത്ത വിമർശനത്തിലൂടെ മറ്റൊരു നേതാവ് ഇതേ സമയം ഉയർന്നു വരുന്നുണ്ടായിരുന്നു, റൂഹുല്ല ഖൊമേനി. ഷാ ഭരണകൂടത്തിനെതിരായ ശക്തമായ വിമത നീക്കം നടത്തിയ ഖൊമേനിക്ക് ഇതേ തുടർന്ന് 1964-ൽ തുർക്കിയിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നുണ്ട്.
പിന്നീട് 1979 വരെ തുർക്കിയിലും യൂറോപ്പിലുമായി ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് വിപ്ലവം നടത്തിയ ഖൊമൈനി അവസാനം തന്റെ ദൗത്യത്തിൽ വിജയിക്കുക തന്നെ ചെയ്തു. 1979 ഷാ ഭരണകൂടം തകർന്നു. റൂഹുല്ല ഖൊമൈനി ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷനിലൂടെ പുതിയ ഭരണഘടനയും ഭരണകൂടവും സ്ഥാപിച്ചു. ഇറാന്റെ സുപ്രീം ലീഡറായി. അതുവരെ ഇറാനിൽ ഉണ്ടായിരുന്ന പാശ്ചാത്യ ജീവിത രീതികളും സ്വഭാവങ്ങളും ഒറ്റ രാത്രി കൊണ്ട് എന്നേക്കുമായി മാറുകയാണ്. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. അന്നോളം അമേരിക്കയോടുണ്ടായിരുന്ന സ്നേഹം ആജന്മ വിദ്വേഷത്തിന് വഴിമാറി. നേരത്തെ സൂചിപ്പിച്ച അമേരിക്കൻ ഹിസ്റ്ററിയിലെ കനത്ത 2 അപമാനങ്ങളിൽ ഒന്ന് നടക്കാൻ പോവുകയാണ്. 1979 നവംബർ 4 ഖൊമൈനിയുടെ പിന്തുടർച്ചക്കാരായ വിദ്യാർത്ഥികൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ US എംബസി ആക്രമിച്ച് 52 എംബസി ജീവനക്കാരെ ബന്ദികളാക്കി. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ പലതരത്തിലുള്ള റെസ്ക്യൂ മിഷനുകൾ ആവിഷ്കരിച്ചു. ഒന്നും ഒത്തുവന്നില്ല. ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്ന ഓപ്പറേഷൻ അമ്പയെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അമേരിക്കൻ എലീറ്റ് മിലിറ്ററി ഫോഴ്സായ ഡെൽറ്റ 1 പ്രശസ്തിക്ക് നാണക്കേടുണ്ടാക്കുകയും 8 അമേരിക്കൻ സേനാംഗങ്ങളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു ഈ ഓപ്പറേഷൻ. ഇറാൻ ഒന്നും ചെയ്യാതെ തന്നെ അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ സാങ്കേതിക തകരാർ മൂലവും മണൽക്കാറ്റിൽപ്പെട്ടും പ്രവർത്തന യോഗ്യമല്ലാതാവുകയും അതിലൊന്ന് തകർന്നിട്ട് 8 പേർ മരണപ്പെടുകയൂടി ചെയ്തതോടെ ഓപ്പറേഷൻ ഈഗിൾ ക്ലോ പരാജയപ്പെട്ട് പിൻവലിക്കേണ്ടി വന്നു. ദൈവത്തിന്റെ ഇടപെടൽ എന്നൊക്കെ ഖൊമൈനി ഇതിനെ മഹത്വവൽക്കരിച്ചെങ്കിലും അമേരിക്കൻ ലീഡർഷിപ്പിന്റെയും നയതന്ത്ര പരാജയത്തിന്റെയും സാങ്കേതിക പിഴവുകളുടെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി ഈ സംഭവം പരക്കെ അംഗീകരിക്കപ്പെട്ടു. 1ഉം 2ഉം ദിവസമല്ല, നീണ്ട 444 ദിവസങ്ങൾ അമേരിക്കൻ ബന്ദികൾ തടവിൽ തുടരേണ്ടി വന്നു. അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ജിമ്മി കാർട്ടർ ദയനീയമായി പരാജയപ്പെട്ട് റൊണാൾഡ് റീഗൻ പുതിയ പ്രസിഡന്റ് ആയതിനു ശേഷം അൾജീരിയയുടെ മധ്യസ്ഥതയിൽ മാത്രമാണ് പിന്നീട് ഈ ബന്ദികൾ മോചിപ്പിക്കപ്പെടുന്നത്. ഓൾറെഡി വിയറ്റ്നാം യുദ്ധ പരാജയം എന്ന കടുത്ത അപമാനഭാരം പേറിയിരുന്ന അമേരിക്കയ്ക്ക് അതിന്റെ തുടർച്ചയായ വർഷങ്ങളിൽ നടന്ന ഈ ഒരു സംഭവം ഇറാനുമായുള്ള അതിവൈകാരികമായ ശത്രുതയ്ക്ക് കാരണമാകുന്നു. അമേരിക്കയുടെയും ഇറാന്റെയും നയതന്ത്ര ബന്ധങ്ങൾ എന്നേക്കുമായി തകർത്തെറിയപ്പെടുന്നു. പശ്ചിമേഷ്യ കലുഷിതമാവുകയാണ്. തുടർച്ചയായ യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇവിടം വേദിയാകുന്നു. ഗ്ലോബൽ പവർ സ്ട്രഗിളിന്റെയും പണക്കൊഴുപ്പിന്റെയും ഈ വിളംബര വേദിയിലേക്ക് മറ്റൊരാൾ കൂടെ പതുക്കെ കടന്നു വരികയാണ്, ഇസ്രായേൽ. 1948 തങ്ങളുടെ രൂപീകരണത്തിന് ശേഷവും ഈജിപ്ത്, സിറിയ, ഇറാഖ്, ലെബനൻ, ജോർഡൻ എന്നീ രാജ്യങ്ങളുടെ സംഘടിത ആക്രമണങ്ങൾക്കും പിന്നീട് നടന്ന 6 ദിന യുദ്ധങ്ങൾക്കും ശേഷം പോലും ഇസ്രായേൽ ഇറാനുമായി വളരെയധികം സൗഹൃദത്തിലുള്ള രാജ്യമായിരുന്നു. ഷാ ഭരണത്തിന് കീഴിൽ മികച്ച നയതന്ത്ര ബന്ധം തുടർന്നു പോന്നിരുന്ന ഇറാനും ഇസ്രായേലും 1979 ഖമേനി ഭരണത്തോടെ കടുത്ത ശത്രുക്കളായി പരിണമിച്ചു. ഖമേനി ആകട്ടെ അധികാരത്തിൽ വന്ന ഉടനെ ഇസ്രായേൽ എംബസി അടച്ചുപൂട്ടി പലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷന് കൈമാറുകയും ഇസ്രായേലിനെ ഇസ്ലാമിന്റെ ശത്രു എന്ന് വിളിക്കുകയും ചെയ്തു. അമേരിക്കയെ വലിയ സാത്താൻ എന്നും ഇസ്രായേലിനെ ചെറിയ സാത്താൻ എന്നും പരസ്യമായി വിളിക്കുക വഴി ഇരു രാജ്യങ്ങളോടുമുള്ള ശത്രുത ഖൊമേനി പരസ്യപ്പെടുത്തി. തുടർന്ന് ഇസ്രായേലും ഇറാനെ ഒരു എക്സിസ്റ്റൻഷ്യൽ എനിമി എന്നു തന്നെ അടിസ്ഥാനപ്പെടുത്തി. 1980-കൾക്ക് ശേഷം പശ്ചിമേഷ്യയിൽ അതിസങ്കീർണമായ യുദ്ധങ്ങളും കലാപങ്ങളും അസ്ഥിരതകളും ഉടലെടുക്കുന്നു. സദ്ദാം ഹുസൈന്റെ ഇറാഖ് ഖൊമേനിയുടെ ഇറാനെ ആക്രമിക്കുന്നു. തുടർന്ന് 8 വർഷങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ സമവായം. അതിനിടയിൽ ഇറാൻ ഇറാഖ് യുദ്ധ പശ്ചാത്തലത്തിൽ ഗൾഫ് യുദ്ധം നടക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇറാന്റെ സുപ്രീം ലീഡറായ റൂഹുല്ല ഖൊമൈനി മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ആയത്തുള്ള അലി ഖൊമനേയി അധികാര തുടർച്ച ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ അമേരിക്ക ഇറാഖ് ആക്രമിക്കുന്നു, സദ്ദാമിനെ പരാജയപ്പെടുത്തി വധിക്കുന്നു. സദ്ദാമിന്റെ പരാജയം ഇറാനെ കൂടുതൽ കരുത്തരാക്കുന്നുണ്ട്. തന്റെ മുൻഗാമിയുടെ തത്വങ്ങൾ അതേപോലെ പിന്തുടർന്ന ഖൊമനേയി ഹിസ്ബുള്ള പോലുള്ള സായുധ സംഘങ്ങളുടെ സഹായത്തോടെ സൈനിസത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തി പടപൊരുതാൻ ആരംഭിക്കുന്നു. ഇതിനെ തുടർന്ന് ഇസ്രായേൽ ഇറാന്റെ എല്ലാ തരത്തിലുമുള്ള മിലിറ്ററി ഡെവലപ്മെന്റുകളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുവാൻ ആരംഭിക്കുന്നു. ഷാ ഭരണത്തിന് കീഴിൽ തന്നെ ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ട്രീറ്റി അഥവാ ന്യൂക്ലിയർ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കരാറിൽ ഇറാൻ ഒപ്പിട്ട് ഭാഗമാകുന്നുണ്ട്. അഥവാ അമേരിക്ക ഇറാനെ ഭാഗമാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയില്ലാതെ വന്നപ്പോൾ ഖൊമനേയി രഹസ്യമായി വ്യാവസായിക യുറേനിയത്തെ എൻറിച്ച് ചെയ്ത് 90% എത്തിച്ചൊരു വെപ്പൺ ഗ്രേഡ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഇറാന്റെ അണുവായുധ ശക്തി തീവ്രവാദ ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയുടെ പക്കൽ എത്തിയാൽ ഉള്ള ഒരു വിനാശം ചൂണ്ടിക്കാണിച്ച് ഇസ്രായേൽ ഇറാനെ അവരുടെ അധികാരാതിർത്തി ലംഘിച്ച് ആക്രമിക്കുന്നു.
ഇറാന്റെ ആണവ ദൗത്യത്തിന്റെ നെടുന്തൂണായിരുന്ന ആണവ ശാസ്ത്രജ്ഞൻ മോഹസിൻ ഫഖ്സാദിയെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് അതിസങ്കീർണമായ ഒരു ഓപ്പറേഷനിലൂടെ വധിച്ചു കളയുന്നു. പിന്നീട് ഹിസ്ബുള്ളയുടെ ലീഡർ ഹസൻ നസ്രല്ലയോടൊപ്പം ഒട്ടനവധി ഹിസ്ബുൾ മിലിറ്റൻസിനെയും ഇസ്രായേൽ ഇല്ലാതാക്കുന്നുണ്ട്. അമേരിക്ക ഇതിനെല്ലാം സാമ്പത്തിക സഹായം ചെയ്യുന്നുമുണ്ട്. ടെഹ്റാനിൽ തങ്ങളുടെ എംബസിയിൽ നടന്നത് അത്ര പെട്ടെന്നൊന്നും അമേരിക്ക മറക്കുകയില്ലല്ലോ. ശിരോവസ്ത്ര നിയമവുമായി ബന്ധപ്പെട്ടും സ്ത്രീപക്ഷ നിയമങ്ങൾക്ക് വേണ്ടിയും ഖൊമനേയിയുടെ ഗവൺമെന്റ് സമീപകാലത്തായി വലിയ രീതിയിലുള്ള സാമൂഹിക മുന്നേറ്റത്തെ നേരിടുന്നതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ ബോംബ് ആക്രമണം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇറാൻ തിരിച്ചടിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളിൽ ഇറാൻ ആക്രമണങ്ങളിൽ കത്തിയെരിയുന്നു. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രം, ആയത്തുള്ള അലി ഖൊമനേയി. ഇന്ന് ഈ 2026 ഫെബ്രുവരി അവസാനത്തിൽ മിഡിൽ ഈസ്റ്റിന്റെ ആകാശത്ത് മിസൈലുകൾ ചീറിപ്പായുമ്പോൾ ആ പഴയ കഥ നാം വീണ്ടും ഓർക്കണം. 1953 മൊസാദക്ക് കൈകൊണ്ട ആ തീരുമാനവും തുടർന്ന് ബ്രിട്ടീഷ് എണ്ണ കമ്പനിക്ക് വേണ്ടിയോ സോവിയറ്റ് സ്വാധീനം തടയാൻ വേണ്ടിയോ അമേരിക്ക നടത്തിയ അട്ടിമറിയും ചരിത്രത്തിലെ ഒട്ടനവധി താളുകൾ താണ്ടി ഇന്ന് ലോകത്തെ ആകമാനം ഗതിതെറ്റിക്കുന്ന മിഡിൽ ഈസ്റ്റിനെ ആകെ വിഴുങ്ങാൻ പ്രാപ്തിയുള്ള ഒരു കൊടുങ്കാറ്റായി മാറി ഇറാനിലെ ഷിയ മുസ്ലിം തിയോക്രസിയുടെ തലതൊട്ടപ്പനായ ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖൊമേനിയെയും കുടുംബത്തിന്റെയും ജീവൻ എടുത്തിരിക്കുന്നു. ബട്ടർഫ്ലൈ എഫക്ട്. യെസ്, the butterfly effect is real and it continues.